ഹലോ, ഹായ്. ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഞാനിന്നൊരു സൺഡേ വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ രാവിലെ എണീക്കാൻ തന്നെ ഒരുപാട് ലേറ്റായി. ഇപ്പോൾ 9:45 മണിയായി. ശരി, ഇന്ന് ആർക്കും മോൾക്ക് പോകണ്ടാത്തതുകൊണ്ട് തന്നെ ഞാനിന്ന് മനഃപൂർവ്വം കുറച്ച് നേരം കിടന്നതാണ്. പിന്നെ കിച്ചണിൽ വന്നു. എൻ്റെ കമ്മലും കുടുക്കപ്പെട്ടികളെല്ലാം എടുത്തിട്ടു. ഇതൊക്കെ ഞാൻ ഇവിടെ തന്നെ ഊരി വെച്ചിട്ടാണ് രാത്രി പോയി കിടക്കാറ്. അപ്പോൾ രാവിലെ വന്ന് പല്ലൊക്കെ തേച്ചിട്ട് വന്ന് ഇതൊക്കെ ഒന്നിട്ട് ഇവിടെ തന്നെയാണ് എൻ്റെ ഒരു ദിവസത്തെ സ്റ്റാർട്ടിങ്. അപ്പോൾ ആദ്യം ഗ്രൈൻഡറൊക്കെ എടുത്ത് നല്ല സ്ഥാനത്തോട്ടങ്ങ് ഒതുക്കിയൊക്കെ വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു രാവിലെ എനിക്കൊരു ചായ കുടിക്കാനിരുന്ന വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ആദ്യമൊന്നും ചായ കുടിക്കത്തില്ലായിരുന്നു. പിന്നെ ഈ വീട്ടിൽ വന്നതിന് ശേഷം ആൻറ്റി എനിക്ക് ചായ തന്ന് പ്രാക്ടീസ് ആയിപ്പോയി. ഇപ്പോൾ രാവിലെ എണീറ്റാലും ചായ കുടിക്കണം, 4 മണിക്കും ചായ കുടിക്കണം. ഇല്ലെങ്കിൽ എന്തോ എന്താണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അങ്ങനെ ഞാൻ പാലും വെള്ളവും കൂടെ ഒഴിച്ച് ഈ കെറ്റിലോട്ട് വെച്ചു. ഈ കെറ്റിലിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി കെറ്റിലാണ്. വെള്ളം ചൂടാക്കാനും കോഫി ഇടാനും ചായ ഇടാനും ഒക്കെ സൂപ്പറാണ്. പിന്നെ മുട്ട പുഴുങ്ങാനും പഴം പുഴുങ്ങാനും ഒക്കെ വയ്ക്കാറുണ്ട്. പക്ഷേ ഞാനതൊന്നും ചെയ്യാറില്ല. മുട്ട പുഴുങ്ങി കഴിഞ്ഞാൽ അതിലെന്തോ പിന്നെ നമ്മൾ കോഫി ഇടുമ്പോൾ അതിലൊരു സ്മെല്ല് വരുമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല. അപ്പോൾ ഞാനതിൽ ചായയും ഇതും മാത്രമേ ചൂടാക്കാറുള്ളൂ. പിന്നെ ഞാൻ മാവൊക്കെ എടുത്ത് വെളിയിലോട്ട് വെച്ചിട്ട് തേങ്ങ തിരുവാനായിട്ട് ഇന്ന് ദോശയും ചമ്മന്തിയും ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ചട്നിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ തിരുവിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ഇഞ്ചിയൊക്കെ എടുത്തൊന്ന് പൊളിച്ചെടുത്തു. അപ്പോഴത്തേനും ചായ റെഡിയായി. പിന്നെ കുറച്ച് പഞ്ചസാരയും ഇട്ട് കുറച്ച് ഹോർലിക്സും ഒക്കെ എടുത്തു. ഞാൻ നോക്കിയപ്പോഴാണ് ചായയ്ക്ക് തേയിലപ്പൊടി ഇടാണ്ടാണ് ഞാൻ പാല് വെച്ചത്. അയ്യോ, ഇനി എന്ത് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു പാലായിട്ട് തന്നെ അങ്ങ് കുടിക്കാം. ഇനി രണ്ടാമതൊരു പ്രാവശ്യം കൂടെ കഷ്ടപ്പെടാൻ വയ്യാന്ന് വിചാരിച്ചിട്ട്. ഞായറാഴ്ചകളിൽ ലേറ്റായി കഴിഞ്ഞാൽ ഇതാണ് പ്രോബ്ലം. എൻ്റെ ജോലിയൊന്നും നടക്കത്തില്ല. ഇപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ തണുപ്പും, അതുകൊണ്ട് എഴിക്കാനും പറ്റത്തില്ല. ഓൾറെഡി ഞായറാഴ്ച എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ നടക്കുന്ന ഞായറാഴ്ച ദിവസമാണ്. ബേഡ്സിൻ്റെ കാര്യങ്ങൾ നോക്കലും ഗാർഡൻ്റെ കാര്യങ്ങളൊക്കെ നോക്കലും. പക്ഷേ ഇന്നെന്തോ ഒന്നും നടന്നില്ല. ട്യൂഷനില്ലാത്ത ദിവസം ആയതുകൊണ്ടാണ്. ഈ ഞായറാഴ്ചകളിൽ ട്യൂഷനില്ലല്ലോ, അതുകൊണ്ടാണ് ആ ദിവസം ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പിന്നെ ഞാൻ ചേട്ടന് ദോശ കഴിക്കാൻ സമയമായി, അതുകൊണ്ട് ഞാൻ ദോശ ചുടാൻ തുടങ്ങി. ഇത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന കല്ലാണ്, ദോശക്കല്ലാണ്. അടിപൊളി സാധനമാണ്. നോൺ സ്റ്റിക്കിലായിരുന്നു ചുടാറ്. ഇപ്പോൾ ഒരു 3-4 മാസം കൊണ്ട് ഈ ദോശക്കല്ലിൽ തന്നെയാണ് ദോശ ഉണ്ടാക്കൽ. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ ഒരു 2 മാസം കഴിയുമ്പോൾ തന്നെ സ്ക്രാച്ച് വീഴാൻ തുടങ്ങും. പിന്നെ ദോശയ്ക്ക് ചേട്ടന് മെയിനായിട്ട് എല്ലാ ബ്രേക്ക്ഫാസ്റ്റിനും പപ്പടം നിർബന്ധമാണ്. അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് സ്റ്റോക്കാക്കി വെക്കാറുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു മോളെ ഒന്ന് വിളിച്ചുണർത്താം, ഈ പാലിനെ തന്നെ അവൾക്ക് കൊടുക്കാം. ചായയാണെങ്കിൽ അവൾ കുടിക്കത്തില്ല. ചേട്ടൻ ചായയും പാലും ഇതൊന്നും കുടിക്കത്തില്ല. അതുകൊണ്ട് ചായയൊക്കെ അവൾക്ക് എടുത്ത് കൊടുത്ത് എഴുപ്പിച്ച് നിർത്തിയിട്ട് ഞാൻ പിന്നെ മീൻ വാങ്ങാനായിട്ട് പോയി. ആദ്യമൊന്ന് വെളിയിലിറങ്ങിയപ്പോൾ ഒടുക്കത്തെ തണുപ്പ്. പിന്നെ ഞാൻ തിരിച്ച് കയറി എൻ്റെ ഒരു കോട്ട എടുത്തങ്ങ് ഇട്ടിട്ടാണ് പിന്നെ പോകാൻ തുടങ്ങിയത്. ഞാൻ അങ്ങോട്ട് പോകാൻ തുടങ്ങിയത് എൻ്റെ ഡോറക്കുട്ടി വിളി, ഭയങ്കര ബഹളം. നെക്സ്റ്റ് മന്താണ് ഗണേശ ഉത്സവം. അതുകൊണ്ടാണ് ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കളിമണ്ണ് കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ഗണേശൻ്റെ രൂപങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതൊക്കെ കണ്ട് മീനും വാങ്ങി ഞാൻ തിരികെ വീട്ടിലെത്തി. പിന്നെ മീനും വാങ്ങി തിരികെ വന്നപ്പോൾ ഒടുക്കത്തെ ക്ഷീണം. പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി. ഇതിനിടയിലാണ് ഞാൻ എൻ്റെ അമ്മായിയമ്മയൊക്കെ ഒന്ന് വിളിച്ച് കുറച്ച് നേരം സല്ലപിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ജോലി തുടങ്ങുള്ളൂ. ഒരു 5-10 മിനിറ്റ് ഞാൻ നിന്ന് റെസ്റ്റ് എടുക്കും. അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ തലേദിവസം രാത്രി കഴുകാത്ത പാത്രങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. ചില സമയത്ത് ഇങ്ങനെ എനിക്ക് ഒടുക്കത്തെ മടിയാണ് കഴുകാനൊക്കെ. പിന്നെ ഞാനങ്ങ് മീനിൻ്റെ പരിപാടി, ഒരു പഴയ ചുരിദാർ എടുത്തിട്ടിട്ട് നനയ്ക്കാനുള്ള ചുരിദാർ എടുത്തിട്ടതാണ്. എന്നിട്ട് മീനെല്ലാം കട്ട് ചെയ്യണമല്ലോ, ഇല്ലെങ്കിൽ പിന്നെ സ്മെല്ല് ചുരിദാറിലൊക്കെ ആവുമെന്ന് വിചാരിച്ചാൽ ഈ ചുരിദാർ എടുത്തിട്ടത്. പിന്നെ ഞാൻ മല്ലിയും മുളകും ചൂടാക്കിയിട്ടാണ് മീൻ കറി വയ്ക്കാറ്. ഇന്ന് നല്ല നെത്തോലി മീനാണ് കിട്ടിയിട്ടുള്ളത്. നോർമൽ രീതിയിൽ മീനൊക്കെ വയ്ക്കാം, പക്ഷേ ഞാൻ ഈ ഒരു സ്റ്റൈലിലാണ് വയ്ക്കുന്നത്. ഇവിടെ ചേട്ടന് സ്പെഷ്യലായിട്ട് വയ്ക്കുന്നതൊന്നും ചേട്ടന് ഇഷ്ടമില്ല. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലാണ് ടേസ്റ്റും കൂടുതൽ, പിന്നെ ചീത്താവത്തുമില്ല മല്ലിയും മുളകും ചൂടാക്കിയിട്ട്. അപ്പോൾ എന്തുകൊണ്ട് ഇതാണ് നല്ലതെന്ന് തോന്നി. കുറച്ച് വലിയ നെത്തോലിയുണ്ട്, കുറച്ച് ഞാനെടുത്ത് പൊരിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ചു.
പിന്നെ ബാക്കിയുള്ളതിനെ കറി വെച്ചു. കുറച്ച് തേങ്ങയും ജീരകമെല്ലാം തേങ്ങയും ഉള്ളിയെല്ലാം കൂടെ അരച്ച് ചേർത്ത് ഉലുവയും പൊടിയെല്ലാം ഇട്ട് വറുത്ത പൊടിയൊക്കെ ഇട്ട് ഒന്ന് അരച്ച് നല്ല മീൻ കറിക്ക് കലക്കി വെച്ചു. പിന്നെ ഞാൻ ഓടിപ്പോയി എൻ്റെ ഗാർഡനിൽ പോയി കുറച്ച് പച്ചമുളക് എടുത്തുകൊണ്ട് വന്നു. പച്ചമുളക് ഈ ഉണ്ട പച്ചമുളക് കൊണ്ട് കാശ്മീരി മിർച്ചിയുടെ പച്ചമുളക് ഞാൻ ഇത് ആദ്യമായിട്ടാണ് നട്ട് നോക്കി. അടിപൊളി സാധനം. അതുമൊക്കെ ഇട്ട് മുരിങ്ങയ്ക്കയും ടൊമാറ്റോയൊക്കെ ഇട്ട് ഞാൻ മീൻ കറി വെച്ചു. ഒരുവിധം സെറ്റായി. മീനൊക്കെ നല്ല കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അതൊക്കെ ഒന്നെടുത്ത് ഓഫാക്കി വെച്ചതിന് ശേഷം അടുത്ത് മീൻ പൊരിക്കാമെന്ന് വിചാരിച്ചു. മോൾക്ക് മീൻ പൊരിച്ചതൊക്കെ ഇഷ്ടമാണ്. നെത്തോലി മീൻ പൊരിക്കുന്ന അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കണ്ടപ്പോഴേ പൊരിച്ച് തരണമെന്ന് പറഞ്ഞ് വിളി തുടങ്ങി. അങ്ങനെ ഞാൻ വിചാരിച്ചു കുറച്ച് മീനെടുത്ത് പൊരിച്ചൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. എപ്പോഴും ഞാൻ എണ്ണ ഒഴിക്കുമ്പോൾ ഒടുക്കത്തെ പിശുക്കിയാണ്. എണ്ണ അങ്ങോട്ട് എൻ്റെ കയ്യിൽ നിന്ന് താഴോട്ട് വീഴത്തേയില്ല. ഒരു കണക്കിന് നല്ലതാണ് അങ്ങനെ. എണ്ണ കുറവായിട്ട് ഞാൻ എല്ലാ കറിയും ചെയ്യാറുള്ളൂ. ഓൾറെഡി നമ്മുടെ ബോഡിയിൽ എണ്ണയൊക്കെ ഉണ്ടല്ലോ, പിന്നെ കൂടുതലാകുമ്പോഴാണ് ഓരോ അസുഖം വരുന്നതെന്ന് എനിക്ക് തന്നെ തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിവതും എണ്ണയൊക്കെ ഉപയോഗിക്കുന്നത് കുറവാണ്. പിന്നെ ഞാൻ കുറച്ച് മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉള്ളി നല്ലോണം അരിഞ്ഞിട്ട് ഇതിൽ ചെറിയ ഉള്ളി ഇടുന്നതാണ് അടിപൊളി. പക്ഷേ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ആ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വലിയ സവാള ഞാൻ കുറച്ച് അരിഞ്ഞിട്ടത്. ഒരു ചെറിയ രീതിയിലൊന്ന് വഴറ്റിയിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇത്രയിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഈ മോര് കറിയിൽ കുറച്ച് ഇങ്ങനെ ഒരുപാട് വഴണ്ടങ്ങ് പോകണ്ട, കുറച്ച് കടുകടാന്ന് കടിച്ചെടുക്കുന്ന അത് നല്ല സൂപ്പറായിട്ടിരിക്കും. പിന്നെ തൈരും തേങ്ങ എല്ലാം കൂടെ ചേർത്താൽ ഞാൻ അരച്ചത് ജീരകവും പച്ചമുളകും ഒക്കെ ഇട്ട് അങ്ങനെ അതുമായി. ഈ മീൻ കറിയും ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ മോര് കറി അതിന് നല്ലൊരു കോമ്പിനേഷനാണ് ചോറിലൊഴിക്കാൻ. പിന്നെ എൻ്റെ മീൻ ഫ്രൈയും എല്ലാം റെഡിയായി. പിന്നെ എനിക്ക് ചേട്ടന് ചോറ് കൊടുക്കാറായി. അങ്ങനെ ഞാൻ ചോറ് വിളമ്പയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനും കഴിച്ചു. ഇന്ന് പിന്നെ നല്ല മോര് കറിയും മീൻ കറിയും കുറച്ച് ചീരത്തോരനും മീൻ പൊരിച്ചതും നാരങ്ങ അച്ചാറും ഞാൻ തന്നെ വീട്ടിലിട്ടതാണിത്. ഞാൻ ഈ വെളിയിൽ നിന്ന് വാങ്ങത്തില്ല. വിനാഗിരിയുടെ എനിക്കെന്തോ അത് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ വാങ്ങി വയ്ക്കുന്നത്. എല്ലാം കൂടെ ചേർത്ത് ഒരു അടി അടിച്ച് സൺഡേ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു 3-4 കറി ഉണ്ടെങ്കിൽ തന്നെ ടേസ്റ്റാണ്. ചേട്ടൻ മോക്കുമൊക്കെ ഒരു 1-2 കറി മതിയെങ്കിലും എനിക്കൊരു 4-5 കറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി തന്നെ കുറച്ച് ഉണ്ടാക്കാറുണ്ട്. വെജിറ്റബിൾ ഇവിടെ ആർക്കും പോകത്തില്ല. എനിക്ക് എത്രത്തോളം അത് ഭയങ്കര ഇഷ്ടമാണ് വെജിറ്റബിൾ. ഉണ്ട് എന്നും നോൺ വെജ് വെച്ചാലും അതിൻ്റെ ഒപ്പം 1-2 വെജിറ്റബിൾ സൺഡേ വ്ലോഗ് എടുക്കാൻ വന്ന ആൻറ്റി അവശനിലയിൽ ഗുരുതരാവസ്ഥയിൽ. എന്തിനോ വേണ്ടി വന്ന് നിൽക്കുന്ന തേച്ചു പവൻ. Let's go give the pizza to the Sunday vlogger who's sleeping. She told she wants to make vlog and she's sleeping. Yeah. Ma. Sorry. എല്ലാം അമ്മയ്ക്ക് അക്ക സെഞ്ചു ഇത് ഓഫ് മാ 1 minute. കൺട്രോളില്ല. കാണല്ലേ എടുത്തുക്കോ. അതും കഴിഞ്ഞ് പിന്നെ റീന വന്നപ്പോൾ ഞാൻ റീനയും കൂടെ വിലാസിനി ചേച്ചിയുടെ വീട്ടിലോട്ട് പോയി. അവിടെയും